ഇത് ഞാൻ ഇന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു തീയൽ വയ്ക്കാനാണ്. തേങ്ങ വറുത്തരച്ചിട്ടല്ല, പച്ചയ്ക്കാണേ. തേങ്ങ പച്ചയ്ക്ക് അരച്ചിട്ടുള്ള ഒരു തീയൽ. ഈ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങ, ചെറിയ ഉള്ളി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ജീരകം, മുളക് പൊടി, അതുപോലെ 2 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് പുളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഈ അരപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കഷ്ണത്തിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു 4-5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ ഇത്രയും ഗ്രേവി എന്ന്. ഇവിടെ ഗ്രേവിയോട് കൂടിയുള്ള കറികളാണ് എല്ലാം. മീനായാലും എന്താ പറയുക, ഇങ്ങനെയുള്ള കറി വയ്ക്കുന്ന സമയത്ത് ഗ്രേവി ഒരുപാട് വേണം. അപ്പോൾ ചിലരൊക്കെ കട്ടിക്കാണ് തീയൽ വയ്ക്കുന്നത്, അത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ കറിയെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് കടുക് താളിക്കാം. പാത്രം അടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോൾ ഓയിലൊഴിച്ച് കടുക് ഇട്ട് ചെറിയ ഉള്ളി, കറിവേപ്പില ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നു. ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലോട്ട് ഈ നമ്മുടെ കടുക് താളിച്ചതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ സ്വാദിഷ്ടമായ തീയൽ റെഡി.